ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക്. ഞാൻ ഷാലിമ. അപ്പോൾ എല്ലാവരും സീറ്ററ്റ് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ചെറിയ മാർക്കിനൊക്കെയാണ് സീറ്ററ്റ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം എന്താണ്, അങ്ങനെ ഒരു നഷ്ടം നമുക്ക് സംഭവിക്കാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാം നഷ്ടപ്പെട്ടത്, ഇങ്ങനെ ചെറിയ മാർക്കിന് എങ്ങനെയാണ് എക്സാം നഷ്ടപ്പെട്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഏത് എക്സാം എടുത്ത് നോക്കിയാലും നമ്മൾ ഫസ്റ്റ് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി വേണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ഫസ്റ്റ് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഭാഗത്തിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി അറിയാം സീറ്ററ്റ് 2 ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ്, എത്രാം ക്ലാസ് തൊട്ട് എത്രാം ക്ലാസ് വരെയുള്ള NCERT സ്കൂൾ ടെസ്റ്റ് ആണ് പഠിക്കേണ്ടത്. 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെസ്റ്റ് പഠിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള സ്കൂൾ ടെസ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കൂൾ ടെസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഏകദേശം ആ ഒരു സബ്ജക്റ്റ് ക്ലിയർ ആയി കിട്ടും. പിന്നെ നമുക്ക് സൈക്കോളജി ഉണ്ട്, ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2 ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം അതിന് വേണ്ടി എന്ത് ചെയ്യുക, ലാംഗ്വേജിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ സീറ്ററ്റ് ഈ ജൂലൈ 2024 സീറ്ററ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, സീറ്ററ്റ് 2 സോഷ്യൽ സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇൻ എ ഫിസിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ, ഇഫ് യു ഹാവ് ടു ലൊക്കേറ്റ് ദ ഡെക്കാൻ പ്ലേറ്റു, ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ ദ കളർ. ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ എ ഫിസിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ, ഇഫ് യു ഹാവ് ടു ലൊക്കേറ്റ് ദ ഡെക്കാൻ പ്ലേറ്റു, ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ ദ കളർ. ഏതാണ് ഇതിൻ്റെ ആൻസർ, ഏതായിട്ട് വരും ഇതിൻ്റെ ആൻസർ? ഏത് കളറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ മാപ്പിൽ ഡെക്കാൻ പ്ലേറ്റു? അത് ഏത് കളറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്ന കളർ? ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കളറാണ് അല്ലേ. ഏത് കളറാണ്? യെല്ലോ ആണ്. ഓക്കെ, യെല്ലോ. ഓക്കെ, അപ്പോൾ ഡെക്കാൻ പ്ലേറ്റു, ഡെക്കാൻ ട്രാപ്പ് റീജിയൻ, ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? എവിടെയാണിത് ലൊക്കേറ്റഡ് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഡെക്കാൻ പ്ലേറ്റു എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ലൊക്കേറ്റഡ് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ, കവറിംഗ് ലാർജ് പോർഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാടു. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റു ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ലൊക്കേറ്റഡ് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ, കവറിംഗ് എങ്ങനെയാണ്? കവറിംഗ് ദ ലാർജ് പോർഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാടു. ഓക്കെ, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ബസാൾട്ട് ശിലകൾ അല്ലെ. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് എന്തുണ്ടാവുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? കറുത്ത മണ്ണുണ്ടാവുന്നത്. ഡെക്കാൻ ട്രാപ്പ് റീജിയനിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സോയിൽ ഏതെന്ന് ചോദിച്ചാൽ ഏത് സോയിലാണ്? കറുത്ത മണ്ണാണ് അല്ലെ, ബ്ലാക്ക് സോയിലാണ്. ഓക്കെ, അപ്പൊ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് എന്തുണ്ടാവുന്നത്? കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത്, ബ്ലാക്ക് സോയില് രൂപം കൊള്ളുന്നത്. അപ്പൊ ഡെക്കാൻ ട്രാപ്പ് റീജിയനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സോയിൽ ഏതാണ്? ബ്ലാക്ക് സോയിലാണ്. അപ്പോൾ ഫോംഡ് ബൈ ദ വോൾക്കാനിക് ആക്ടിവിറ്റി ഓഫ് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ, റിസൾട്ടിംഗ് ഇൻ ദ എക്സ്റ്റൻസീവ് ലാവ ഫ്ലോസ് ആൻഡ് ബസാൾട്ടിക് ലോഗ് ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഡെക്കാൻ പ്ലേറ്റു എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഫോംഡ് ബൈ ദ വോൾക്കാനിക് ആക്ടിവിറ്റി മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ റിസൾട്ടിംഗ് ഇൻ എക്സ്റ്റൻസീവ് ലാവ ഫ്ലോസ് ആൻഡ് ബസാൾട്ടിക് റോക്ക് ഫോർമേഷൻസ്. പിന്നെന്താ? സെവറൽ മേജർ റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദ ഡെക്കാൻ പ്ലേറ്റു. അപ്പോൾ ഒരുപാട് റിവേഴ്സ് നമുക്കറിയാം. നമ്മുടെ റിവേഴ്സ് സിസ്റ്റം പറയുമ്പോൾ ഹിമാലയൻ റിവേഴ്സ് സിസ്റ്റം ഉണ്ട്, പിന്നെ എന്താണ് ഉപദ്വീപീയ നദീ വ്യവസ്ഥയുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഈ സെവറൽ മേജർ റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ഡെക്കാൻ പ്ലേറ്റു. ഡെക്കാൻ പ്ലേറ്റു നിന്ന് സെവറൽ മേജർ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ റിവേഴ്സ് ആണ്? ഇൻക്ലൂഡിങ് ഗോദാവരി, കൃഷ്ണ ആൻഡ് തുംഗഭദ്ര റിവേഴ്സ്. അപ്പോൾ ഉപദ്വീപീയ നദികളെല്ലാം എവിടെ നിന്നാണ്? ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്തു നിന്നാണ് അല്ലേ വരുന്നത് ഉപദ്വീപീയ നദികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് റിവർ സിസ്റ്റം പറയുമ്പോൾ ഹിമാലയ റിവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയൊക്കെ എന്താണ്? മേജർ ഹിമാലയൻ റിവേഴ്സ് ആണ്. ഓക്കെ, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്രയൊക്കെ. അതുപോലെ ഉപദ്വീപീയ നദികൾ വരുന്നത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതൊക്കെ എന്താണ്? പെൻസുലാർ റിവേഴ്സ് ആണ് അല്ലേ. ഉപദ്വീപീയ നദികളാണ്, പെൻസുലാർ റിവേഴ്സ് ആണ്. മഹാനദി, ഗോദാവരി, കാവേരി, കൃഷ്ണ, നർമ്മദ, താപ്തി ഒക്കെ. ഓക്കെ, അപ്പോൾ സെവറൽ മേജർ റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദ ഡെക്കാൻ പ്ലേറ്റു ഇൻക്ലൂഡിങ് ഗോദാവരി,
കൃഷ്ണ ആൻഡ് തുംഗഭദ്ര റിവേഴ്സ്. ഓക്കെ, പിന്നെ ദ ഡെക്കാൻ പ്ലേറ്റു ഈസ് എ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റീവ്. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റു എങ്ങനെയാണ്? ദ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റീവ് സപ്പോർട്ടിങ് ക്രോപ്സ് സച്ച് ആസ് ഏതാണ്? കോട്ടൺ, മില്ലറ്റ്സ്, പൾസസ് ആൻഡ് ഓയിൽ സീഡ്സ്. ഓക്കെ, അപ്പോൾ ദ ഡെക്കാൻ പ്ലേറ്റു ഈസ് എ അഗ്രികൾച്ചർ പ്രൊഡക്റ്റീവ് സപ്പോർട്ടിംഗ് ക്രോപ്സ് സച്ച് ആസ് ഏതൊക്കെയാണ്? നമ്മുടെ കോട്ടൺ ഉണ്ട്, മില്ലറ്റ്സ് ഉണ്ട്, പൾസസ് ഉണ്ട്, പിന്നെ അതുപോലെ ഏതാണ്? ഓയിൽ സീഡ്സ്. It also has a mineral deposits including coal, iron ore and bauxite. പിന്നെ എന്താണ്? It also has a mineral deposits including coal, iron ore and bauxite. Okay, അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരുത്തിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ പരുത്തി കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ സോയിൽ ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഡെക്കാൻ റാപ്പർ റീജിയനിലുള്ള ഏതാണ്? ബ്ലാക്ക് സോയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഡെക്കാൻ പ്ലേറ്റു എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ലൊക്കേറ്റ് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ കവറിംഗ് ദ ലാർജ് പോർഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഏതൊക്കെ സ്റ്റേറ്റ് ആണ്? മഹാരാഷ്ട്രയുണ്ട്, കർണാടകയുണ്ട്, തെലങ്കാനയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, തമിഴ്നാട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റുകളൊക്കെ എന്താണ് നമ്മൾ പഠിച്ചു വെക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട ഭാഗങ്ങളാണ്. ഓക്കെ, പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരുന്നത്. അറ്റ്മോസ്ഫിയർ എന്താണ്? വിച്ച് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഹാസ് എ വെരി തിൻ ലെയർ ഓഫ് എയർ? ഏതായിരുന്നു? നമ്മുടെ എക്സോസ്ഫിയർ ആണ് അല്ലേ? ഏതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? തിന്നായിട്ടുള്ള ലെയർ ഏതാണ്? എക്സോസ്ഫിയർ ആണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ എർത്ത് സർഫേസിനോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏത് അന്തരീക്ഷ ഭാഗമാണ്? ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിലാണ് ക്ലൈമറ്റിക് ഫിനോമിനാസ് എല്ലാം സംഭവിക്കുന്നത്. എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ക്ലൈമറ്റിക് ഫിനോമിനാസ് എല്ലാം, മഴ, മഞ്ഞ്, കാറ്റ്, അങ്ങനെയുള്ള എല്ലാ ക്ലൈമറ്റിക് ഫിനോമിനാസും സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ സ്ട്രാറ്റോസ്ഫിയർ എന്താണ്? നമ്മുടെ ഓസോൺ പാളി, ഓസോൺ ലെയർ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓസോൺ ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതുപോലെ ജെറ്റ് വിമാനങ്ങളൊക്കെ പോകുന്ന അന്തരീക്ഷ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലേ? അതുപോലെ നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞ് മീസോസ്ഫിയർ പറയുമ്പോൾ, മീസോസ്ഫിയർ എന്താണ്? ഉൽക്കകൾ കത്തി നശിക്കുന്ന അന്തരീക്ഷ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം മീസോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ എക്സോസ്ഫിയർ ഒക്കെ എന്താണ്? നമുക്ക് എക്സോസ്ഫിയർ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് അല്ലേ എക്സോസ്ഫിയർ. അപ്പോൾ തിന്നായിട്ടുള്ള ഭാഗമാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്ക്, വിച്ച് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഹാസ് വെരി തിൻ ലെയർ ഓഫ് ദ എയർ? ഏതാണ്? എക്സോസ്ഫിയർ ആണ്, എക്സോസ്ഫിയർ. ഓക്കെ, അതുപോലെ അയണോസ്ഫിയർ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അയണോസ്ഫിയറിന്റെ പ്രത്യേകത എന്താ? അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്? അത് അയണോസ്ഫിയർ ആണ്. റേഡിയോ വേവ്സുമായിട്ട് ബന്ധപ്പെട്ട ഇത് എന്ന് ചോദിച്ചാൽ ഏത് ലെയർ ആണ്? അയണോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ അങ്ങനെ പോകും അല്ലേ നമ്മുടെ അന്തരീക്ഷത്തിന്റെ ലെയേഴ്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്, ഹൂ കോയിൻ ദ ഫസ്റ്റ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി? ഹൂ കോയിൻ ദ ഫസ്റ്റ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി? ആരാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി? നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയും. യൂണിറ്റി ഡൈവേഴ്സിറ്റി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? അപ്പോൾ ഹൂ കോയിൻ ദ ഫസ്റ്റ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി? ആരാണ്? PT ജവഹർലാൽ നെഹ്റു. ഇതും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ജൂലൈ 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം അല്ലേ? അപ്പോൾ നമുക്ക് കൂടുതലും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബേസിലായിരിക്കും നമുക്ക് കൂടുതൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ഗ്രാമഭോജക? ഏതാണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ഗ്രാമഭോജക? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, ഇതിന്റെ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് എന്താണ്? യൂഷ്വലി മെൻ ഫ്രം ദ സെയിം ഫാമിലി ഹെൽഡ് ദ പൊസിഷൻ ഫോർ ജനറേഷൻസ്. അടുത്തത് ഹി ഹാഡ് സ്ലേവ്സ് ആൻഡ് ഹേർഡ് വർക്കേഴ്സ് ഫോർ ദ കൾട്ടിവേറ്റ് ദ ലാൻഡ്. അടുത്തത് ഇത് കിങ് ഓഫ് യൂസ്ഡ് ഹിം ടു കളക്ട് ടാക്സസ് ഫ്രം ദ വില്ലേജ്. അടുത്ത നാലാമത്തെ ഓപ്ഷൻ എന്താ? He did not function as a judge and a policeman. ഇതിൽ ഏതാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ നോക്ക്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നോട്ട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്. നോട്ട് കറക്റ്റ് ആണ്. അപ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൽ നോട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്. നാലാമത്തെ ഓപ്ഷൻ ആണ്. He did not function as a judge and a policeman. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രാമഭോജക അതിൻ്റെ ഫാക്ട്സ് നോക്കുമ്പോൾ എങ്ങനെയാണ്?
ആൻഡ് ഹെറിഡിറ്ററി പൊസിഷൻ എങ്ങനെയാണ് ഗ്രാമഭോജകയുടെ ഹെറിഡിറ്ററി പൊസിഷൻ വരുന്നത് എന്താണ്? ദ പൊസിഷൻ വാസ് യൂഷ്വലി ഹെൽഡ് ബൈ മെൻ ഫ്രം ദ സെയിം ഫാമിലി ഫോർ ജനറേഷൻസ്. അപ്പൊ അതിലെ ഗ്രാമഭോജകയുടെ ഹെറിഡിറ്ററി പൊസിഷൻ എങ്ങനെയാണ്? ദ പൊസിഷൻ വാസ് യൂഷ്വലി ഹെൽഡ് ബൈ മെൻ ഫ്രം ദ സെയിം ഫാമിലി ഫോർ ജനറേഷൻസ്. അപ്പോൾ ലാൻഡ് ഓണർ എങ്ങനെയാണ് അതിൻ്റെ ഗ്രാമഭോജകയുടെ ഫാസില? ലാൻഡ് ഓണർ എങ്ങനെയാണ്? ദ ഗ്രാമഭോജക വാസ് ഓഫൺ ദ ലാർജസ്റ്റ് ലാൻഡ് ഓണർ ഇൻ ദ വില്ലേജ്. അപ്പോൾ എങ്ങനെയാണ് ദ ലാൻഡ് ഓണർ വരുമ്പോൾ ദ ഗ്രാമഭോജക വാസ് ഓഫൺ ഇത് ലാർജസ്റ്റ് ലാൻഡ് ഓണർ ഇൻ ദ വില്ലേജ്. ഓക്കെ, പിന്നെ ലേബർ എങ്ങനെയാണ് ഗ്രാമഭോജകയിൽ വരുന്നത്? ദേ ഹാഡ് സ്ലേവ്സ് ആൻഡ് ഹിയർഡ് വർക്കേഴ്സ് ടു കൾട്ടിവേറ്റ് ദ ലാൻഡ്. അപ്പോൾ ലേബർ വരുന്നത് എങ്ങനെയാണ്? They had slaves and hired workers to cultivate the land. പിന്നെ അടുത്തത് ടാക്സ് കളക്ഷൻ എങ്ങനെയാണ്? ടാക്സ് കളക്ഷൻ വരുമ്പോൾ ദ കിങ് ഓഫ് യൂസ്ഡ് ദം ടു കളക്ട് ടാക്സസ് ഫ്രം ദ വില്ലേജ്. അപ്പോൾ ടാക്സ് കളക്ഷൻ എങ്ങനെയാണ്? ദ കിങ് ഓഫ് യൂസ്ഡ് ദം ടു കളക്ട് ടാക്സസ് ഫ്രം ദ വില്ലേജ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ നമ്മുടെ തെറ്റായിട്ട് വന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ജുഡീഷ്യൽ ആൻഡ് പോലീസ് ഫംഗ്ഷൻ എങ്ങനെയാണ്? ദ ഗ്രാമഭോജക ഓൾസോ ഫംഗ്ഷൻ ആസ് എ ജഡ്ജ് ആൻഡ് പോലീസ്മാൻ. അപ്പൊ എങ്ങനെയാണ്? ദ ഗ്രാമഭോജക ഓൾസോ ഫംഗ്ഷൻ ആസ് എ ജഡ്ജ് ആൻഡ് ദ പോലീസ്മാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. Who among the following edited a newspaper Kesari which become one of the strongest critics of the British rule? കേസരി എന്ന പത്രം അല്ലേ? അത് ആരുടേതാണ്? കേസരി നമ്മൾ കേട്ടിട്ടുണ്ട്. ആരുടേതാണ്? ബാലഗംഗാധര തിലകിന്റെ ആണ്. അപ്പൊ കേസരി ആരുടേതാണ്? ബാലഗംഗാധര തിലകിന്റെ ആണ്. കേസരി ആരുടേതാണ്? ബാലഗംഗാധര തിലകാണ്. ഓക്കെ, അപ്പൊ who among the following edited newspaper Kesari which become the one of the strongest critics of the British rule? ആരുടേതാണ്? ബാലഗംഗാധര തിലകിന്റെ ആണ്. കേസരി ഓർത്തു വെക്കുക. കേസരി ആരുതാണ്? ബാലഗംഗാധര തിലകിന്റെ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യന് നമ്മുടെ മുഗൾ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ നമ്മുടെ എക്സാമിന് മുഗൾ സാമ്രാജ്യം നമ്മുടെ സിലബസിലുണ്ട്. മുഗൾ സാമ്രാജ്യം പഠിക്കാനുണ്ട്. അതുപോലെ ഡൽഹി സുൽത്താനേറ്റ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ നോക്ക്, മുഗൾ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട the Mughal revenue system with its own schedule of revenue rates for individual crop was called. The Mughal revenue system with its own schedule for revenue rates for individual crop was called. അത് ഏതാണ്? മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇത് ഏതാണ് ഇതിൽ വരുന്നത്? ആൻസർ വരുന്നത് ഏതാണ്? സപ്ത സമ്പ്രദായമാണ് അല്ലേ? ഏതാണ്? സപ്ത സമ്പ്രദായമാണ്. ഓക്കെ, അപ്പോൾ ഇത് മുഗൾ റവന്യൂ സിസ്റ്റം വിച്ച് ഇസ് ഓൺ ഷെഡ്യൂൾ ഫോർ റവന്യൂ റേറ്റ്സ് ഫോർ ഇൻഡിവിജ്വൽ ക്രോപ്സ് വാസ് കോൾഡ്. ഏതാണ്? സപ്ത സിസ്റ്റം ആണ്. സപ്ത സിസ്റ്റം ഓർത്തു വെക്കുക. സപ്ത സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇക്ത സിസ്റ്റം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൽഹി സുൽത്താനേറ്റ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ് ഇക്ത സമ്പ്രദായം കൊണ്ടുവന്നത്? ഇൽത്തുമിഷ് കൊണ്ടുവന്ന സമ്പ്രദായമാണ് അല്ലേ? ഇൽത്തുമിഷ് ആണ് ഇക്ത സമ്പ്രദായം കൊണ്ടുവന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ സിസ്റ്റമാണ് ഇക്ത സമ്പ്രദായം. അത് ആരാ കൊണ്ടുവന്നത്? ഇൽത്തുമിഷ് ആണ് ഇത് കൊണ്ടുവന്നത്. ഇൽത്തുമിഷ്. ഓക്കെ, അപ്പോൾ ജാഗീർ എന്ന് വെച്ചാൽ എന്താണ്? ജാഗീർ സിസ്റ്റം എന്ന് വെച്ചാൽ the land grant given to nobles in exchange for service. അപ്പോൾ ജാഗിർ സിസ്റ്റം എന്താണ്? എന്തിനു വേണ്ടിയാണ് ഈ ജാഗിർ സിസ്റ്റം? എന്തിനാണ് ഈ ജാഗിർ സിസ്റ്റം എന്ന് പറയുന്നത്? a land grant given to nobles in exchange for എന്താണ്? എന്തിന് എക്സ്ചേഞ്ച് ആണ്? സർവീസ്. അപ്പോൾ a land grant given to nobles in exchange for എന്താണ്? സർവീസ്. അതാണ് ജാഗിർ. അതുപോലെ സാത്ത് സിസ്റ്റം എന്താണ്? സാത്ത് എന്താ സംഭവം? related to the ranking of officials in the Mughals administration. അപ്പോൾ സാത്ത് എന്താണ് സംഭവം? സാത്ത് സിസ്റ്റം എന്താണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? related to the ranking of officials in the Mughals administration. ഓക്കെ, പിന്നെ നമ്മുടെ ഇക്ത സമ്പ്രദായം അല്ലേ? ഇക്ത സമ്പ്രദായം എവിടെയാണ്? ഡൽഹി സുൽത്താനേറ്റിലെ സമ്പ്രദായമാണ്. എന്താണ് ഇക്ത എന്ന് വെച്ചാൽ? എ ടൈപ്പ് ഓഫ് ലാൻഡ് അസൈൻമെന്റ് പ്രിവൽഡ് ഇൻ ദ ഡൽഹി സുൽത്താനേറ്റ് നോട്ട് ദ മുഗൾ എംപയർ. ഇത് ഏതാണ്? ഡൽഹി സുൽത്താനേറ്റിലാണ് ഇക്ത സമ്പ്രദായം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും.
ഇക്താ സമ്പ്രദായവും അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സിസ്റ്റങ്ങളും ഡൽഹി സുൽത്താനേറ്റിൽ പരിഷ്കരണ രീതികളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും ടാക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു പോർഷൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. ഡൽഹി സാമ്രാജ്യം എന്ന് വെച്ചാൽ എന്താണ്? 5 രാജവംശങ്ങൾ. ഡൽഹി സുൽത്താനേറ്റിൽ എങ്ങനെയാണ് 5 സുൽത്താൻമാർ 5 രാജവംശങ്ങളുടെ ഭരണം നടത്തിയതാണ് ഡൽഹി സുൽത്താനേറ്റ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് നമുക്കറിയാം ഫസ്റ്റ് ഏതാണ്? സ്ലേവ് ഡൈനാസ്റ്റി ആണ് അല്ലേ, അടിമ വംശം. പിന്നെ ഏതാണ്? ഖിൽജി ഉണ്ട്. അടിമ വംശം കഴിഞ്ഞ് ഖിൽജി വംശം, പിന്നെ തുഗ്ലക്ക് ഉണ്ട്, സയ്യിദ് ഉണ്ട്, ലോധി. അങ്ങനെയാണ് 5 ഡൈനാസ്റ്റി ഡൽഹി സുൽത്താനേറ്റിൽ വരുന്നത്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? സ്ലേവ് ഡൈനാസ്റ്റിയിലൂടെയാണ് അല്ലേ. അപ്പോൾ സ്ലേവ് ഡൈനാസ്റ്റി പറയുമ്പോൾ ഏതാണ്? സ്ലേവ് ഡൈനാസ്റ്റി നമ്മൾ മാംലൂക്ക് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നു, യാമിനി ഡൈനാസ്റ്റി, ഇൽബാരി വംശം എന്നൊക്കെ പറയുന്ന ഏതാണ്? സ്ലേവ് ഡൈനാസ്റ്റിയാണ്. ഈ സ്ലേവ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കുത്തബ്ദീൻ ഐബക്ക് ആണ് അല്ലേ. അപ്പോൾ അടിമവംശ സ്ഥാപകൻ ആരാണ്? കുത്തബ്ദീൻ ഐബക്ക് ആണ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടിമവംശത്തിലൂടെയാണ്. അടിമവംശ സ്ഥാപകനാണ് കുത്തബ്ദീൻ ഐബക്ക് ആണ്. അതിനുശേഷം ഈ ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കുന്നത് എങ്ങനെയാണ്? 1526 ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കുന്നത് എങ്ങനെയാണ്? 1526. 1526 നമുക്ക് നോർമലി അറിയാം എന്താണ്? ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷമാണ് അല്ലേ. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1526. ഈ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ രാജവംശമായ ലോധി ഡൈനാസ്റ്റി, ഈ ലോധി വംശത്തിലെ ഇബ്രാഹിം ലോധിയെ ആര് പരാജയപ്പെടുത്തി? മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബർ പരാജയപ്പെടുത്തി. അപ്പോൾ കാബൂളിൽ നിന്ന് ബാബർ വന്ന് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. അതാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. അപ്പോൾ ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526 ബാബറും ഇബ്രാഹിം ലോധിയും കൂടെ നടന്ന യുദ്ധമാണ്. അതിലെ ബാബർ എന്ത് ചെയ്തു? ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. അങ്ങനെ ഈ ഡൽഹി സുൽത്താനേറ്റ് അവസാനിച്ചു. അവിടെ മുഗൾ സാമ്രാജ്യം സ്റ്റാർട്ട് ചെയ്യുവാണ് ബാബർ. ഓക്കെ, അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിന്റെ ആ ഭാഗം, മുഗൾ സാമ്രാജ്യത്തിന്റെ ആ ഭാഗം കൂടുതലും നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇവർ നടപ്പിലാക്കിയ കുറേ നികുതി സിസ്റ്റങ്ങളും അങ്ങനെ കുറേ ഇപ്പം സൈനിക സമ്പ്രദായമാണെങ്കിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദിസ് കൈൻഡ് ഓഫ് റിസർവേഷൻ ഈസ് നോട്ട് എ വയലേഷൻ ഓഫ് ദ റൈറ്റ് ടു ഇക്വാളിറ്റി. അപ്പോൾ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റൈറ്റ് ടു ഇക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്ന? ഇതാണ് ടു ഗിവ് എ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ടു സംവൺ ഇൻ ഓർഡർ ടു എൻഷുർ ദ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റി ഒക്കെ ഏതാണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് അല്ലേ വരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ്. നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അതൊന്ന് ഫസ്റ്റ് റൈറ്റ് ടു ഇക്വാളിറ്റി, 2 റൈറ്റ് ടു ഫ്രീഡം, 3 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അത് കഴിഞ്ഞ് ഏതാണ്? റൈറ്റ് ടു റിലീജിയൻ, പിന്നെ ഏതാണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. പിന്നെ 6ാമത്തെ റൈറ്റ് ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതിൽ ഫസ്റ്റ് റൈറ്റ് എന്താണ്? റൈറ്റ് ടു ഇക്വാളിറ്റി ആണ് അല്ലേ. അപ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റി പറയുമ്പോൾ എന്താണ്? എല്ലാവർക്കും ഇക്വാളിറ്റി ആണ്. അപ്പോൾ ഇക്വാളിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. ഓക്കെ, അപ്പോൾ ഇക്വാളിറ്റി ബിഫോർ ദ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നതാണ് റൈറ്റ് ടു ഇക്വാളിറ്റി. ആർട്ടിക്കിൾ 14 പറയുന്നു. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് വരുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താണ്? ഈ ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദിസ് കൈൻഡ് ഓഫ് റിസർവേഷൻ ഈസ് നോട്ട് എ വയലേഷൻ ഓഫ് ദ റൈറ്റ് ടു ഇക്വാളിറ്റി എന്താണ്? ടു ഗിവ് ദ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ടു സംവൺ ഇൻ ഓർഡർ ടു എൻഷുർ ദ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കണം, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിച്ചു, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് ജസ്റ്റ് നമ്മൾ സ്കൂൾ ടെസ്റ്റിൻ്റെ ഒരു ബേസിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഡയറക്റ്റ് അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരത്തില്ല. എന്നാലും നമ്മൾ ഇങ്ങനെ ഒരു ബേസിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. ദ ഐഡിയാസ് ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ബോറോവ്ഡ് ഫ്രം ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, അത് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? നമ്മൾ ഓരോ രാജ്യത്തു നിന്നാണ് ഓരോ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് അല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഏതാണ്? ഫ്രഞ്ച് റവല്യൂഷൻ. ദ ഐഡിയ ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ബോറോവ്ഡ് ഫ്രം എവിടെയാണ്? ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ഓക്കെ, അതുപോലെ ദ റിപ്പബ്ലിക് എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് റവല്യൂഷൻ അല്ല ഫ്രഞ്ച് റവല്യൂഷൻ എന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയം നമ്മൾ ഫ്രാൻസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് USA നിന്നാണ് എടുത്തിരിക്കുന്നത്. അല്ലെ റിട്ടുകൾ എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ. ഓക്കെ, അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അത് നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം സ്പെയിൻ ആണ്. നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം
സീറ്റഡ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കൂളുകളിൽ നല്ല സാലറി സ്കെയിലിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ കൂടുതലും ഇതിലൊക്കെ ഒന്നും നോക്കുന്നില്ല. നമ്മൾ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ PSC ഒക്കെ വിളിച്ച് ആ ഒരു ജോലിയുടെ പുറകെ പോകുന്ന സമയത്ത് നമ്മൾ നോർമലി ഈ സീറ്റഡ് ഒക്കെ എഴുതി പാസ്സായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ നവോദയ അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കൂളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാൻ എന്ത് വേണം, സീറ്ററ്റ് മതി അല്ലേ. അപ്പോൾ സീറ്ററ്റ് വലിയ ബാലി കയറാൻ മലയൊന്നുമല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെസ്റ്റ്, NCERT ടെസ്റ്റ് നന്നായിട്ട് പഠിക്കുക. അതുപോലെ ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം നന്നായിട്ട് പഠിക്കുക. അതുപോലെ സൈക്കോളജി നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് സീറ്റഡ് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ആ സാലറി സ്കെയിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം അല്ലേ, എന്ത് നല്ല ഗ്ലാമർ പോസ്റ്റാണ് അതൊക്കെ. ആ ഒരു സാലറി സ്കെയിലൊക്കെ തന്നെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സീറ്റഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്വപ്ന ജോലി നമുക്ക് നേടിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സീറ്റഡ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളെല്ലാം റെക്കോർഡായിട്ട് ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ പുറമെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അഥവാ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഈ ലൈവിൻ്റെ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരു മെൻറ്റർ ഉണ്ടാവും നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതുപോലെ നമുക്ക് എക്സാമുകൾ എഴുതി നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അടുത്ത സീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനിരിക്കുന്ന എല്ലാവരും നമ്മുടെ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8589083568 എന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്